സെഷനിലാണ് നമ്മളുള്ളത്. വെട്ടം എട്ടുകാതം എന്നതാണ് നമ്മുടെ സെഷൻ്റെ പേര്. കഴിഞ്ഞ സെഷനുകളിലൊക്കെ ചർച്ച വന്ന വെട്ടത്തുനാട്ടിൻ്റെ ചരിത്രം, സാംസ്കാരികത, പാരമ്പര്യം എന്നീ മേഖലകളാണ് ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത്. സെഷനിൽ പങ്കെടുക്കേണ്ട അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി നമ്മോട് സംവദിക്കുന്നത് വെട്ടം അബ്ദുള്ള മാസ്റ്ററാണ്. ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടുകൂടി വെട്ടത്തുനാട്ടിലെ ഓരോ ഓണം കേറാ മൂലകളിലും കയറി ചെന്ന് ചരിത്രാന്വേഷണത്തിൻ്റെ പുതുവഴികൾ തുറന്ന വ്യക്തിത്വമാണ് അബ്ദുള്ള മാസ്റ്റർ. പ്രത്യേകിച്ച് വെട്ടത്തുനാട്ടിലെ വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട്, താലൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര രചനകളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിപുലമായ സംവിധാനങ്ങളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വെട്ടത്തുനാട്ടിലെ ചരിത്രാന്വേഷണ വഴികളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏവർക്കും വേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, കേൾക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്ന് കരുതുന്നു. സത്യത്തിൽ ഈ അറബി കോളേജിൻ്റെ എൻ്റെ ചരിത്ര പ്രവർത്തനവുമായി, അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം വളരെ പൂർവികമായിട്ട് ഈ കോളേജിൽ വന്നിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ താനൂരിനെ സംബന്ധിച്ച് പഠിക്കാൻ ആരംഭിക്കുന്നത്. ഈ കോളേജിൽ അന്ന് തന്നെ നല്ലൊരു ഗന്ധശാല ഉണ്ട്, വലിയൊരു ഗന്ധശേഖരമുണ്ട്. അപൂർവമായി എവിടെയും കാണാത്ത ഗന്ധമുള്ള പ്രത്യേകിച്ചൊരു അത്ഭുതം തോന്നിയതും ബഹുമാനം തോന്നിയതാണ്. നമ്മളെ ഉദയ് ബാസിദ് അദ്ദേഹം ഞങ്ങളൊരു മീറ്റിങ്ങിലും പങ്കെടുത്തിട്ടുണ്ട്. ചരിത്രത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടും ഭാവനയും അതുപോലെ തന്നെ ഒരു അനുഭവമുള്ള ഒരു പ്രത്യേക തരം ആളുകൾ നിറഞ്ഞൊരു കോളേജാണ് അന്ന് തന്നെ അറിയാം. ഞാൻ അന്വേഷണത്തിൽ അന്നത്തെ എൻ്റെ ഒരു സോവനീറിൽ അവിടുത്തെ നല്ലൊരു ചരിത്ര വിദ്യാർത്ഥി, PhD നേടിയ ഒരു വിദ്യാർത്ഥി കോളേജിനെ സംബന്ധിച്ച് വ്യക്തമായി ഇംഗ്ലീഷിലൊരു ലേഖനം എഴുതിയിരുന്നു. അതൊക്കെ വായിച്ചിട്ട് സത്യത്തിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് അങ്ങേയറ്റത്തെ മതിപ്പാണുള്ളത്. എൻ്റെ ചരിത്രാന്വേഷണ വഴി, അതായത് ഞങ്ങൾ തിരൂർ താലൂക്ക് തന്നെ കേരളത്തിൽ മൊത്തം കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി എന്നൊരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് അക്കാദമിക് തലത്തിലെയും സാധാരണ തലത്തിലുള്ളയും ചരിത്രകാരന്മാരെ ഒന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ചരിത്രം മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തുകൊണ്ട് ചരിത്രം നിർമ്മിക്കുക എന്ന ഒരു പ്രവർത്തനത്തിലായിരുന്നു. അതുമാത്രമല്ല, ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാല സംഭവങ്ങൾ അതേപടി പറയുന്നതെന്നല്ല. ഭൂതകാല സംഭവങ്ങളെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു ആവേദകരിൽ നിന്നോ സ്ഥാരിയിൽ നിന്നോ മറ്റു വിധത്തിലോ അന്വേഷിക്കുമ്പോൾ അതിന് ശേഷിപ്പുകളുണ്ടാകാം. അതുപോലെ തന്നെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ തെളിവുകളുണ്ടാകാം. അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ നാമശാസ്ത്ര പഠന സിദ്ധാന്തപ്രകാരം ആ വസ്തുതയെ ഒന്ന് പരിശോധിക്കാം. ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്രദേശത്തിൻ്റെ ചരിത്രത്തോട് നമുക്ക് അതൊന്നിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഭൂതകാലത്തെക്കുറിച്ച് ഒരിക്കലും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ചരിത്രം വസ്തുതയാണ്. ആ വസ്തുതകൾ മാത്രം സൂചിപ്പിക്കുന്നതാണ് ചരിത്രം. പിന്നെ മറ്റെല്ലാം അതുപോലെ തന്നെ ഒരുപാട് വസ്തുതകളെ പഠിച്ചിട്ട് സൈദ്ധാന്തികമായി ചരിത്രം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞതാണ് ചരിത്രം. അങ്ങനെ പ്രാദേശിക ചരിത്ര നിർമ്മാണത്തിൻ്റെ രീതിശാസ്ത്രം ഞങ്ങൾ കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി ആലോചിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെ ചരിത്രവും വേറിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേറിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ഭൂമി, മനുഷ്യൻ, ചിന്ത. ആദ്യം ചരിത്രത്തിൻ്റെ ആമുഖമായിട്ട് ചെയ്യേണ്ടത് ഭൂമി ചരിത്ര പഠനമാണ്. ആ ഭൂമി ചരിത്ര പഠനം ഞങ്ങൾ തിരൂർ താലൂക്കിലെ ഹയർ സെക്കൻഡറികളിൽ, കോളേജുകളിൽ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഈ ശില്പശാലകൾ നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ
തിരൂർ മുനിസിപ്പാലിറ്റിയുടെയും വെട്ടം പഞ്ചായത്തിൻ്റെയും ചരിത്രം എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. കൂടാതെ ഇപ്പോൾ നിറമരുതൂരിൻ്റെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതി തീർന്നിട്ടുണ്ട്. അതും ഇപ്പോൾ അടുത്ത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ഈ പ്രസിദ്ധീകരണ കർമ്മങ്ങളും ബുക്ക് നിർമ്മാണമൊക്കെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവരോട് ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ചരിത്രം കൊണ്ട് ജനങ്ങൾക്ക് എന്താ നേട്ടം, ആ നേട്ടമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ചരിത്രം ഒരു പറഞ്ഞ് രസിക്കാനുള്ളതോ കഥയൊന്നുമല്ല. ചരിത്രം കൊണ്ട് ഭൂമിയിലെ മനുഷ്യർക്ക് ഏറ്റവും വലിയ നേട്ടമുള്ള ഒരു പരിപാടിയാണത്. കാരണം ഒരുപാട് ശാസ്ത്രങ്ങളുടെ കൂടിച്ചേരലാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ, ഈ പുതുകാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഗതകാല സംഭവങ്ങൾ, പോയ കാലത്തെ സംഭവങ്ങൾ, ഒരുപാട് മാർഗരേഖ പല കാര്യങ്ങളിലും, പിന്നെ വികസന പ്രവർത്തനങ്ങളിലായാലും മറ്റ് സാമൂഹിക പ്രവർത്തനത്തിലായാലും ഒക്കെ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വെട്ടത്തിൻ്റെ ചരിത്രം അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വാസ്തവം എന്താ പറഞ്ഞാൽ, ഞാൻ പിറകിലേക്കാണ് നടക്കുന്നത്. കാരണം ചരിത്രം എന്ന് പറയുന്നത് മാറി വരുന്ന മാറ്റങ്ങളുടെ കഥ ഉൾക്കൊള്ളുന്ന, പുരോഗമനങ്ങളുടെ കഥ ഉൾക്കൊള്ളുന്ന സംഭവമാണല്ലോ. ഇപ്പോൾ ഈ കാലത്ത് നിന്നുകൊണ്ട്, ഈ പുതുകാലത്ത്, ഈ വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് പോയ കാലത്തിൻ്റെ ചരിത്രം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്ന് പിന്നോട്ട് പിറകോട്ട് പോകും തോറും ഞാൻ പിറകോട്ടാണല്ലോ സഞ്ചരിക്കുന്നത്, പിറകിലാണ് പുരോഗമനം കിടക്കുന്നത്. ഈ പുതുകാലത്തിനേക്കാളും നല്ല പുരോഗമന കാലഘട്ടം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരാം. വെട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നവീന കാലഘട്ടത്തിൻ്റെ, സംസ്കാര കാലഘട്ടത്തിൻ്റെ ആരംഭിച്ചിട്ടുള്ള ചരിത്രമാണ്. വെട്ടത്ത് രാജാവിൻ്റെയോ വെട്ടത്ത് രാജാവിൻ്റെ കുടുംബങ്ങളുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെയോ ഒരു കഥ മാത്രമല്ല വെട്ടത്തിൻ്റെ ചരിത്രം. വെട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി വിവിധ സമുദായങ്ങളും സമൂഹങ്ങളും വ്യത്യസ്തമായ രീതിയിൽ കാലങ്ങളായി ഒരുപാട് സമൂഹത്തിൻ്റെ മാറ്റങ്ങളിലും ഒരുപാട് ഒട്ടനവധി ജീവിതത്തിൻ്റെ മാറ്റങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ജീവിച്ചു പോയ ചരിത്രമാണ്. നവീന ശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു ആളുകളെ എന്ന് പറഞ്ഞാൽ പടിയത്തുനിന്ന് തന്നെ നമുക്കൊരു നന്നങ്ങാടി കണ്ടിട്ട്, ആ നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ ലോഹ യുഗത്തിൻ്റെ ആ കാലഘട്ടത്തിൽ മരിച്ചാൽ മനുഷ്യന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അതിൽ കൊണ്ട് അടക്കം ചെയ്യുന്ന ഒരേർപ്പാടാണ്. ആ അത്രയും വലിയൊരു കലം കിട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ വന്ന് കണ്ടിട്ടുണ്ട്. പത്രങ്ങളിലെല്ലാം അത് പരസ്യപ്പെട്ട കഥയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഓരോ പഞ്ചായത്തുകളും വന്ന് പരിശോധിച്ച് വരുന്ന പഞ്ചായത്തുകൾ താഴേക്ക് പരിശോധിക്കും തോറും ഒരുപക്ഷെ വളവന്നൂർ, പൊന്മുണ്ടത്ത് നിന്നുള്ളൊക്കെയുള്ള ഹരിജൻ ചെറുമ വിഭാഗങ്ങൾ വെട്ടത്തിലേക്ക് എത്തിയതും വെട്ടത്തുനിന്ന് പശ്ചിമ തീരത്ത് എത്തിയതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ വരുന്നുണ്ട്. എന്താണ് ചരിത്രം? ചരിത്രത്തിൽ പുതിയ കണ്ടുപിടുത്തം ചരിത്രകാരന്മാർ പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട്, അതായത് കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴ്വാരത്തിലേക്കും, താഴ്വാരത്തു നിന്ന് ഇടനിലങ്ങളിലേക്കും, ഇടനിലങ്ങളിൽ നിന്ന് തീരങ്ങളിലേക്കും കടന്നിട്ടില്ല വന്നെത്തിയിട്ടുള്ള മനുഷ്യ പ്രയാണത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ചരിത്രമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങനെയുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ചെറുമ വിഭാഗത്തിൻ്റെ ചരിത്രം ഞാൻ വളരെയധികം അന്വേഷണം നടത്തി പല പഞ്ചായത്തുകളിലും കോളനികളിലൊക്കെ പോയി അന്വേഷണം നടത്തിയപ്പോൾ അവിടുന്ന് കിട്ടുന്നതൊക്കെ ഒന്നും മറ്റൊന്നിനോട് കണക്ഷനുള്ള കുടുംബ ബന്ധങ്ങളുടെ ചരിത്രം വരികയാണ്. അതുകൂടാതെ അവരുടെ ആരാധന മൂർത്തികൾ മുഴുവൻ ഏറെക്കുറെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരെ പൂർവികർ കടന്നു വന്ന നാട്ടിലെ അവിടുത്തെ ഇവിടെ എത്തിച്ചേരുള്ള മൂർത്തിയെ അവർ ദൈവമാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ആ കണക്ഷൻ അവരുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ, പുറകോട്ടുള്ള ബന്ധങ്ങളെ കൃത്യമായിട്ട് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കോത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഈ പശ്ചിമ തീരത്ത് കോതപറമ്പ് തന്നെ കോത ഒരു ദൈവം പോലെ അവർക്ക് ഒരു വലിയൊരു സ്ഥാനിയാണ്. ആ കോത ചരിത്രത്തിൽ ആ കോതമാർ ഓരോ പ്രദേശത്തേക്കും, തിരൂരുണ്ട് കോത ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ
പല രാജ്യത്തേക്കും പ്രദേശത്തേക്കും കാനൂരിൽ ഒരു ചെറിയ ദേശത്ത് കാനൂർക്ക് വരുമ്പോഴും കോത ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഇപ്പോൾ അടുത്ത കാലത്ത് പുതുകാലത്ത് മാത്രമാണ് ഈ കോത എന്ന് പോയിട്ട് മൂപ്പൻ എന്ന് ആയത്. ഇവർക്ക് പിന്നെ കൊടുങ്ങല്ലൂർ ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കൽ. എന്താണ് ഈ നവീന ശിലായുഗത്തിൻ്റെ കഥ എന്ന് ചോദിച്ചാൽ, ഇവിടെ ജീവിച്ചിരുന്നവരിൽ ഇപ്പം നമ്മൾ ഈ തീയരുണ്ട്. തീയരെന്ന് പറഞ്ഞാൽ അവർ ശരിക്ക് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ വംശജരാണ്. ഒരു വംശത്തെ ഒരു പിൽക്കാലത്ത് ഇപ്പം ഇന്നത്തെ നമ്മളൊരു സമൂഹത്തെ നമ്മളതിനെ മറ്റൊന്നിനോട് തുലനം ചെയ്യാൻ ഒരുപാട് ശരീരശാസ്ത്രം അതുപോലെ തന്നെ പ്രദേശത്തിൻ്റെ ഭൂമിചരിത്രവും എല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ ഈ തീയര് മെഡിറ്ററേനിയൻ വംശജരാണ്, അവിടുന്ന് എത്തിയിട്ടുള്ളവരാണ്. മാത്രമല്ല അവിടുന്ന് പിന്നെയും പിറകോട്ട് പോകുമ്പോൾ അറബികളുടെ പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടർ ശശിധരൻ ക്ലാരി സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ തുടങ്ങി വെച്ചതാണ്. കുറച്ച് പറയാലോ, കുറച്ച് പറഞ്ഞു. അപ്പോൾ അറബി വംശജർ ഞാൻ പറയണത് എന്താ പറഞ്ഞാൽ ബതുക്കൾ. ഇപ്പോൾ ഞാൻ റാസുൽ കൈമേൽ പഴയ കാലത്ത് പോയപ്പോൾ റാസുൽ കൈമേലുള്ള ഷെമൽ മലകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ആളുകളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവിടുത്തെ സ്ത്രീകൾ കോട നേരെ വെച്ചിട്ടൊരു നടത്തമുണ്ട്. ഈ നടത്തം ഞാൻ കണ്ടപ്പോൾ ഓർമ്മിച്ച് പോയത് വാക്കാടുള്ള സ്ത്രീകൾ നടക്കുന്ന അതേ നടത്തം, അതേ ശരീരഘടന, ഒരു വ്യത്യാസവും ഇല്ല. ഇതെന്താ പറഞ്ഞാൽ ഈ സമയത്ത് ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ അന്വേഷിച്ചിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കേസരി ബാലകൃഷ്ണപിള്ള സാറ് അതിൻ്റെ എല്ലാ ചരിത്രവശങ്ങളും കൃത്യം